ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 3 ചേരുവകൾ വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വീതം തേങ്ങ ചിരവിയതും അരിപ്പൊടിയും 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അരിപ്പൊടി ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ തേങ്ങ ചിരവിയത് അരഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം കറുത്ത എള്ളും നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ജീരകവും എള്ളൊക്കെ നമുക്ക് ഈ ഒരു പലഹാരത്തിനുള്ളിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർക്കാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി നല്ല പോലെ എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുട്ടസുരുക്കൊക്കെ ചെയ്യൂലേ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിത് ഉൾഭാഗമൊക്കെ വേവിച്ചെടുക്കണം. മുകളിലേക്ക് ഇതുപോലെ എണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് തിരിച്ചിടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു മുകൾ ഭാഗവും വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. നല്ല ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. കുറച്ച് കട്ടിയിലല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണ പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ. അത് നമ്മൾ 2 തരത്തിലും സെർവ് ചെയ്യാറുണ്ടല്ലോ. ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്